ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ 2024 മലയാള സിനിമകളിലെ ഏറ്റവും പണം വാരി ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമയും നമ്പർ 1 മാറുകയാണ്. വമ്പൻ സിനിമകൾ വന്നുവെങ്കിലും മാർക്കോയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവയൊക്കെ പതറുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് പുഷ്പയെയും കടത്തിവെട്ടിയാണ് മാർക്കോയുടെ ആ ഒരു യാത്ര. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്നും ഒപ്പം ആ 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ സഹകരണവും ആവശ്യപ്പെടുന്നു, ഒപ്പം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പുഷ്പയെ കടത്തിവെട്ടിയാണ് മാർക്കോയുടെ ആ ഒരു കുതിപ്പ് നടക്കുന്നത്. പുഷ്പയെയും മാർക്കോയെയും ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ പോലുമില്ല. മാർക്കോ പുഷ്പയുടെ ഒരു ദിവസത്തെ ഇന്നത്തെ കളക്ഷൻ്റെ അത്ര പോലുമില്ല അതിൻ്റെ ബഡ്ജറ്റ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ ഇങ്ങനെ ഒരു ചരിത്രം പിറക്കുകയാണ്. പുഷ്പയെ കടത്തിവെട്ടിയിരിക്കുന്നു മാർക്കോ. കേരള ബോക്സ് ഓഫീസിൽ മാർക്കോ ആ റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഒരു മലയാള സിനിമയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പുഷ്പ അന്യഭാഷാ ചിത്രമാണ്. അന്യഭാഷാ ചിത്രമാണെങ്കിൽ പോലും ഇന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമയിലേക്ക് സിനിമ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും സിനിമയ്ക്ക് മികച്ച ഒരു തുടക്കം തന്നെയാണ്. അതായത് രാവിലെ 6 മണിക്കുള്ള ഷോകൾ വരെ ഹൗസ്ഫുൾ ആവുന്നു. ഈ ഒരു വർക്കിംഗ് ഡേയിലും അത് നോർത്ത് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. അതാണ് പുഷ്പ. 1700 കോടിക്ക് മുകളിൽ കയറി കുതിച്ചു പായുന്ന പുഷ്പ 2500 കോടി ടാർഗറ്റ് ഇട്ട് പോകുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് പുഷ്പയെ ഈ മാർക്കോ കടത്തിവെട്ടുന്നത്? വെറും 30 കോടി ബഡ്ജറ്റിൽ വരുന്ന മാർക്കോ ഇതുവരെ നേടിയത് 70 കോടിക്കടുത്ത് 50 കോടി ഒഫീഷ്യലായി വന്നിരിക്കുന്നു. അത്രേ ഈ സിനിമയുടെ കളക്ഷനുള്ളൂ. പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ മാർക്കോ പുഷ്പയെ കടത്തിവെട്ടിയിരിക്കുകയാണ്. ഇന്ന് വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുഷ്പ 22 ദിനങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ട്രാക്കേഴ്സ് മുഖാന്തരം 14,93,00,000 രൂപ. അതായത് ഏറെക്കുറെ 22 കോടി രൂപയോളമാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സിനിമയുടെ ഇവിടുത്തെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് 20 കോടിക്കാണ്. അതായത് ആ ഒരു ബ്രേക്ക് മാത്രമേ ഈ സിനിമ കടന്നിട്ടുള്ളൂ. ആഗോളം അല്ലെങ്കിൽ ഓൾ വേൾഡ് ആയിട്ട് പുഷ്പ നേടിയ കളക്ഷൻ കണ്ടാൽ ഞെട്ടും എന്നുള്ളതാണ്. ഒരുപക്ഷെ അന്യ നാടുകളിൽ നിന്ന്, നേപ്പാളിൽ നിന്ന് മാത്രം കിട്ടിയ കളക്ഷൻ 25 കോടിയാണ് ഈ സിനിമയ്ക്ക്. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് പുഷ്പയെ കടത്തിവെട്ടുന്ന മാർക്കോയെ കാണാൻ കഴിയുന്നത്. മാർക്കോ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 7 ദിനം കൊണ്ട് നേടിയത് റെക്കോർഡ് തുക തന്നെയാണ്. ഓരോ ദിവസവും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയായിട്ട് മുന്നോട്ടുള്ള പോക്കും. ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം 7 ദിനങ്ങൾ കൊണ്ട് മാർക്കോ നേടിയത് 23.1 കോടിയാണ്. അതായത് 29 കോടിക്കടുത്താണ് കേരള കളക്ഷനായി വന്നിരിക്കുന്നത്. ഈ ഒരു തലത്തിലാണ് മാർക്കോ പുഷ്പയെ കടത്തി വെട്ടിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ നമുക്കറിയാം പൂർണ്ണമായും ആക്ഷൻ ബേസ് ആയിട്ടുള്ള ചിത്രം, 10ഓളം ആക്ഷൻ ഉള്ള ചിത്രമാണ്. അതുപോലെ തന്നെ 18+ ചിത്രമാണ്. ഫാമിലിയോ അല്ലെങ്കിൽ എല്ലാത്തരം ഓഡിയൻസിനെയോ കയറാൻ അല്ലെങ്കിൽ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയുമല്ല. എന്നിരുന്നാലും ഇന്നും സിനിമയ്ക്ക് വലിയ ഡിമാൻഡ് തന്നെയാണ്. സിനിമ 100 കോടിയിലേക്ക് അനായാസം എത്താൻ പോവുകയാണ്. ജനുവരി 1 മുമ്പ് തന്നെ സിനിമ 100 കോടിയിലേക്ക് ടച്ച് ചെയ്യും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇമാതിരി കൊടൂരമായിട്ടുള്ള ഒരു സിനിമ അനിമൽ പോലും ഇല്ല. അല്ലെങ്കിൽ ജോൺ വിക്ക് എന്ന സിനിമയൊക്കെയാണ് ആളുകൾ ഈ ഒരു സിനിമയുമായി കമ്പാരിസൺ ചെയ്യുന്നത്. മലയാളത്തിലെ ഒരു പുത്തൻ താരോദയം എന്ന് വേണമെങ്കിൽ പറയാം. താരോദയം എന്നുള്ളത് തെറ്റായിട്ടുള്ള അർത്ഥം തന്നെയാണ്. എന്നിരുന്നാലും പറയാം, ഒരു സൂപ്പർ താരപ്പിറവിയാണ്, ഒരു ആക്ഷൻ സൂപ്പർ താരപ്പിറവി എന്ന് തന്നെ പറയാം. അതാണ് ഉണ്ണി മുകുന്ദൻ. എന്തായാലും കത്തി ആളിപ്പടരുകയാണ്. അങ്ങനെ ഈ ഒരു ബോക്സ് ഓഫീസിൽ പുഷ്പയെയും കടത്തിവെട്ടി ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ കുതിച്ചുയരുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം 50K സബ്സ്ക്രൈബേഴ്സ്, 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു മോഹത്തിലേക്ക് നിങ്ങളുടെ സംഭാവനയും പ്രതീക്ഷിക്കുന്നു, സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.